ഇവരുടെ കൈകളിൽ ഈ ഉസ്മാൻ റളിയല്ലാഹു 10,000 ദിനാർ കൊടുക്കാനും 300 ഒട്ടകങ്ങളെ കൊടുക്കാനും 50 കുതിരകളെ കൊടുക്കാനും ഒക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന് ഹിജ്റ ചെയ്ത് വന്ന്. എങ്ങനെ ഹിജ്റ ചെയ്ത് വന്നു? ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? മക്കയിൽ അവർ അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ സകല സ്വത്തുക്കളും എല്ലാം തന്നെ അവിടെ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരാലംബരായി കയ്യിൽ 5 കാശില്ലാതെ തിരിച്ച് അവര് മദീനയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ ഹിജ്റയുടെ 1-ാം നാൾ മുതൽ ഇപ്പൊ ഹിജ്റ 9 നമ്മൾ കടക്കുകയാണ്. അഥവാ 9 കൊല്ലം കൊണ്ട് ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഇത്രയധികം സമ്പത്ത് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിന് 2 വഴികളാണുള്ളത്. ഒന്ന്, അവർ മക്കയിൽ നിന്ന് പോരുമ്പോൾ തന്നെ അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് മാക്സിമം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവർക്ക് സംഭാവന ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിൽ അത് ഉണ്ടാകണമല്ലോ. ഇവർ മദീനയിൽ വന്നിട്ട് ഈ ഹിജ്റയ്ക്ക് ശേഷം ഈ 9 കൊല്ലത്തിനുള്ളിൽ എന്ത് ബിസിനസ്സാണ് ചെയ്തത്?